പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിന് പിന്നാലെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ പാറ്റകൾക്കൊപ്പം കോൺഗ്രസും ചേർന്നപ്പോൾ സമരത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. ഇന്ന് തലസ്ഥാന നഗരിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് അറിയേണ്ടത്. ഗോപിക, ഗുഡ് മോർണിംഗ്. തീർത്തും അപ്രതീക്ഷിതവും ഒപ്പം പ്രക്ഷുബ്ധവുമായ സമരങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിവന്ന സമരം, അതിന്റെ പാർലമെന്റ് മാർച്ചും ലാത്തി ചാർജിനും പിറകെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിലേക്കാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായ മിന്നൽ പ്രകടനം നടത്തിയത്. അത് മണിക്കൂറുകളോളം രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഉദ്യോഗസ്ഥർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. പിന്നീട് രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കളെ ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. പിന്നീട് രാത്രിയോടെ നേതാക്കളെ വിട്ടയച്ചു. അതിന് പിറകെ ഇന്നും വിവിധ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുൻപേ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധമുണ്ടാകും. സഭയ്ക്കകത്ത് ഈ വിഷയങ്ങൾ, പരീക്ഷയിൽ വന്നിട്ടുള്ള ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഈ CJP സമരത്തിന് നേരെ നടന്നിട്ടുള്ള ലാത്തി ചാർജ്, ഈ വിഷയങ്ങളിൽ ചർച്ച നടക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മറുപടി പറയണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വിവിധ ആവശ്യങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ സർക്കാരിന് മുൻപിലേക്ക് ഡിമാൻഡായി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഈ സമരവേദിയിലെത്തി രാഹുലുമായി സംസാരിച്ചിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില അനുനയ നീക്കങ്ങൾ പ്രതിപക്ഷത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകില്ല എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേന്ദ്രമന്ത്രിയുടെ രാജിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയ തീരുമാനമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചൊരു പരസ്യ പ്രസ്താവനയോ പ്രഖ്യാപനമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു തീരുമാനമാണ് നിലവിലെത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ പുനഃസംഘടന വരുമ്പോൾ, കേന്ദ്ര സർക്കാരിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആലോചനകൾ നിലവിൽ നടക്കുകയാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാലല്ലാതെ ഈ പ്രതിഷേധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വേണ്ട എന്ന നിലപാടിലാണ് നിലവിൽ സർക്കാർ ഉള്ളത്. എന്നാൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷാംഗങ്ങളും ഉള്ളത്. ഇന്നും സഭയ്ക്കകത്ത് ഈ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെടും. അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ രാജ്യസഭയും ലോക്സഭയും സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങളുടെ നീക്കം. അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ പ്രതിപക്ഷ നേതാക്കൾ സഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നടത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളെയും ഒപ്പം യുവാക്കളെയും കോൺഗ്രസും രാഹുലും ചൂഷണം ചെയ്യുകയാണ്, അവരെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. വിദ്യാർത്ഥികളുടെ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വന്നിട്ടുള്ള വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നീറ്റ് പുനഃപരീക്ഷ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം മറച്ചുവെച്ചുകൊണ്ട്, അത്തരം യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കോൺഗ്രസും രാഹുലും രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിട്ടുള്ളത്. ഒപ്പം ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ വലിയ സംഘം വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെ ജന്തർ മന്ദിറിൽ ഇപ്പോഴും സമരം തുടരുന്നു. സോനം വാങ്ചുക് ആശുപത്രിയിൽ തുടരുകയാണ്. അവിടെ കേന്ദ്രമന്ത്രിമാരെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ഒരു സമരത്തിനോട് ചർച്ചയാകാം എന്ന നിലപാട് സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. CJP പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എത്തിക്കൊണ്ട് രാഹുലുമായി ചർച്ച നടത്തി. അത്തരത്തിലൊരു ഈ സമരം കൈവിട്ടു പോകാതെ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നൊരു നയത്തിലേക്ക് നിലവിൽ സർക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിന് വഴങ്ങേണ്ട എന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഏതായാലും ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. വരും മണിക്കൂറുകളിൽ പാർലമെന്റിന് പുറത്തും അകത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനും ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാക്കാനുമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ തീരുമാനം.